സാർ, ഏറെ ഗൗരവകരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഒരുപാട് ആളുകളുണ്ട്. അതായത് ഇപ്പോൾ പെൻഷൻ ഒരു മാസത്തെ പെൻഷൻ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഈ ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഈ പണമില്ലാത്തത് കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരുപാട് സാധാരണക്കാരുള്ള നാടാണ് നമ്മുടെ കേരളം. ആ ഒരു സമയത്താണ് നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അങ്ങനെ പലവിധ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് സർക്കാർ തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു നാട്ടിലാണ് ഒരു വലിയ ദൂർത്ത് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ദൂർത്തുകൾ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ചർച്ച നടന്നതാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ PSCയുടെ ചെയർമാനും PSCയുടെ മെമ്പേഴ്സിനും ഈ പറയുന്ന പോലെ ഒരുപക്ഷെ മുൻകാല പ്രാബല്യത്തോടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഷ എനിക്കറിയില്ല, മുൻകാല പ്രാബല്യത്തോടെ വേണമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും ഇവർക്ക് വലിയ തോതിലുള്ള ശമ്പള വർധനവ് അനുവദിച്ചിട്ടുണ്ട്. ഇനി 1,60,50,000 രൂപ വരെയൊക്കെയാണ് ശമ്പളം ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. ഇതൊരു ഭാഗത്ത്. മറുഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ ഈ ആശാ വർക്കർമാരും അതുപോലുള്ള ആളുകളുമൊക്കെ 7,000-ൽ നിന്ന് ഒരു കുറച്ച് പൈസ കൂട്ടിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു സംഗതി വേറൊരു ഭാഗത്ത്. ഇത് എന്തൊരു നീതിയാണ്, ഈ ഒരു തൊഴിലാളി വർഗമാണ് എന്നാണ് പറയുന്നത്. ഇത് എന്താണ് ഇവർ കാണിക്കുന്നത്? ഇത് തനിക്കൊള്ള എന്താ സംശയക്കാര്യത്തിലുള്ളത്? ഇതിൻ്റെ കൊള്ളയുടെ കണക്കുകൾ പറയുന്നത് PSC ചെയർമാൻ്റെ ശമ്പളം ഇപ്പോൾ 2,24,000 രൂപയാണ്. അതിൽ നിന്ന് അയാളുടെ ശമ്പളം 3,87,000 ആക്കുമ്പോൾ വേണം. ഞാൻ ഇയാളുടെ സത്യത്തിൽ കൊള്ളക്കാരനാണോ? ഈ കേരളത്തിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന ആൾ കൊള്ളക്കാരനാണ്. 20 കൊള്ളക്കാർ കൂടെയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ അവരുടെ അംഗങ്ങളുടെ ശമ്പളം 2,19,000-ൽ നിന്ന് 3,80,000 രൂപയായിട്ടാണ് കൂട്ടുന്നത്. ഇത് സത്യത്തിൽ കൊള്ളയാണ്. കാരണം ഏറ്റവും കൂടുതൽ PSC മെമ്പേഴ്സ് ഉള്ളത് അത് കേരളത്തിലാണ്. ഇവിടെ തമിഴ്നാട്ടിനേക്കാളും കർണാടകയെക്കാളും എല്ലാം PSC മെമ്പർമാർ കൂടുതൽ ഇവിടെയാണ്. ഉത്തർപ്രദേശിന് എത്രയാണ് ഇവിടെ PSC മെമ്പർമാർ? ഉത്തർപ്രദേശിൽ ഞാൻ മനസ്സിലാക്കുന്നത് 22 പേരോ മറ്റാണെന്നാണത്. ഇവിടെ കേരളത്തിലുള്ളത് 20 പേരാണ്. കേരളത്തിനേക്കാളും 8 ഇരട്ടി വലിപ്പമാണ് ഉത്തർപ്രദേശിനുള്ളത്. ഇവിടെ എന്തിനാണ്? അതെ, 8 കോടി അവിടെ 24 കോടി ജനങ്ങളാണ്. അവിടെ 30 കോടിക്കടുത്ത് ജനങ്ങൾ അവിടെയുണ്ട്. ഇവിടെ ആ സമയത്ത് എന്തിനാണ് ഇവർക്ക് പണം കൊടുക്കുന്നത് ആർക്കും നിശ്ചയമില്ല. ആകെ ഒരു കാര്യം എനിക്ക് നിശ്ചയമുണ്ട്. ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് വന്നിട്ട് അയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്നല്ല. രണ്ടാമത്തെ വശം, അയാളുടെ ഭാര്യയായിരിക്കുന്ന പാർവതിയാണ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർ. ഈ ഭാര്യയ്ക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഇടപെട്ട് നടത്തിയിട്ടുള്ള ഒരു ശമ്പള വർധനമാണെന്നാണ് ഞാൻ ഈ വിഷയത്തിൽ ഞാൻ കാണുന്ന ശരിക്കും അങ്ങനെയാണത്. ഇത് വളരെ ക്രൂരമാണ്. അതെ, P. ഗോവിന്ദപിള്ളയെ പോലെയുള്ള കേരളത്തിൻ്റെ നമ്മൾ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലുള്ള സൈദ്ധാന്തികപരമായിട്ട് ഔന്നത്യത്തിൽ നിൽക്കുന്നൊരു മഹാത്മാവിൻ്റെ മകളാണ് PSC മെമ്പർ. എത്ര വർഷം എന്നറിയ ഒരു PSC മെമ്പർ? ഇതൊക്കെ റിട്ടയർമെൻറ്റില്ല ഇവർക്കൊക്കെ. ഇവർക്ക് അതിനുശേഷം ഇഷ്ടമുള്ളമാതിരി ശമ്പളം മേടിക്കുകയാണ്. ശമ്പളം മേടിക്കുന്നത്, മെഡിക്കൽ അലവൻസ് എഴുതിയെടുക്കുന്നത്, അതിക്രൂരം. ഇവരുടെ യാത്രാപത്ത് ഇവർക്ക് വേറെ കൊടുക്കുന്നത്. അങ്ങനെ ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് ഒരു മാസം ഇവർ പറ്റിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അവരാണത്. അപ്പോൾ ആ സമയത്താണ് നേരത്തെ പാർത്ഥം പറഞ്ഞ പോലെയുള്ള ആശാവർക്കർമാർ ചോദിക്കുന്നത് അവർക്ക് 7,000 രൂപ ശമ്പളമുള്ളൂ. അവർക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കണ്ടേ? കഞ്ഞി കുടിച്ച് മരിക്കണ്ടേ? ഈ കഞ്ഞി കുടിക്കാൻ പോലും ഒരിക്കലും വക കൊടുക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഈ PSCക്കാരുടെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2016 തുടങ്ങിയിട്ട് ആനുകൂല്യം കൊടുക്കണം എന്നാണ്. ഈ 2016 തുടങ്ങിയിട്ട് ആനുകൂല്യം ഇവർക്ക് കൊടുക്കണമെങ്കിൽ 35 കോടി രൂപ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. 35 കോടി. എവിടെ കേരള സർക്കാരിൻ്റെ കയ്യിൽ പണമുള്ളത്? കേരള സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലാത്ത പണം വച്ച് ഇവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കാനുമായിട്ടുള്ള ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് PSCയിൽ ആദ്യമായിട്ടൊന്നുമില്ലല്ലോ. PSCയിൽ കൊള്ളക്കാരുടെ കേന്ദ്രമാണ് PSC. ഞാനൊരിക്കൊരു ലേഖനം അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സെക്രട്ടറി ആയിരുന്ന ആള്, അയാളുടെ പേര് സാജു ജോർജ് എന്നും മറ്റും. 2016-2017 സമയത്താണ് ഞാൻ കേസരി വാരികത്ത് ലേഖനം എഴുതിയിരുന്നു. അയാളുടെ നിയമനത്തിൻ്റെ പ്രശ്നമുണ്ട്. എങ്ങനെയാണ് അയാളുടെ നിയമനം എന്നറിയാമോ? അയാൾ തൊടുപുഴക്കാരനാണ്, മലയാരയ വിഭാഗത്തിലാണ്. ഇയാളുടെ മുത്തച്ഛൻ മലയാരയനായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയാണ്. സത്യത്തിൽ ഇയാൾ CSI സഭക്കാരനാണ്. ഇയാളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തിരുന്നു, 3rd പേജ്. അതിനകത്ത് ഇയാൾ CSI സഭക്കാരനാണ്. എന്നിട്ട് ഇയാളുടെ മുത്തച്ഛൻ മലയാരയനാണെന്ന് പറഞ്ഞ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തത് അന്നത്തെ താലൂക്കിൻ്റെ തഹസിൽദാരാണ്. ഈ തഹസിൽദാർ ചാർജ് ആർക്കാന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് അത്ഭുതം വരിക. ഈ സാജു ജോർജിൻ്റെ അച്ഛനനിയന്, സാജു ജോർജിൻ്റെ അച്ഛനനിയൻ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വരുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു ദിവസത്തെ ഇവിടുത്തെ തഹസിൽദാരുടെ ലീവ് വേക്കൻസിക്ക് ഇയാൾ വരികയാണ്. ആ ദിവസം എഴുതി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് സാജു ജോർജിൻ്റെത്. ഇത് കേരളത്തിൽ നടന്ന സംഭവമാണത്.
കേരളത്തിൽ നടന്ന സംഭവമാണ്. ഇന്ന് മാത്രമല്ല, PSCയിലേക്കുള്ള ആപ്ലിക്കേഷൻ അയക്കുന്ന ആളുകൾ ഇവർ മലയരയനായിരുന്നു, ഇവരുടെ പൂർവികന്മാർ മലയരയനായിരുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് ആരാ കൊടുക്കുന്നത്? ഇപ്പോൾ കൊടുക്കുന്നത് CSI സഭയാണ് കൊടുക്കുന്നത്. CSI സഭ കൊടുത്താൽ ആര് വേണമെങ്കിലും അവരുടെ പൂർവികന്മാർ മലയരയനാവും. ഇവരുടെ മുത്തച്ഛൻ മലയരയനാണെങ്കിൽ പോലും ഇവർക്ക് PSC വഴിക്ക് നിയമനം കിട്ടും. ഇങ്ങനൊരു കൊള്ള സംഘം കേരളത്തിൽ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. കാരണം ഇവർ അടിമുടി അഴിമതി എന്ന് പറഞ്ഞതാണ്. PSCയിൽ അഴിമതി എന്നുള്ളത് നിയമനത്തിൽ മാത്രം, സകല കാര്യങ്ങളും PSCയിൽ അഴിമതിയാണ്, ഉദ്യോഗസ്ഥന്മാർ ശമ്പളത്തിലടക്കം. ഇത് സർവ്വസാധാരണക്കാരനെ പിഴിയുന്ന ഒരു കേന്ദ്രമാണ് കേരളത്തിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ. സത്യത്തിൽ ഇതിന് കേരളത്തിൽ ആവശ്യമില്ല. കേരളത്തിൽ ചില സ്ഥാപനങ്ങളൊക്കെ അനാവശ്യമാണ്. ആ അനാവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ പ്രഥമഗണനീയമായിട്ടുള്ള സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇത് കുറേ ആളുകൾ തീറ്റിപ്പറ്റാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എവിടെയാണ് 1,65,000 രൂപ ശമ്പള വർധനവ്? ഇയാൾ പെൻഷനും കൂട്ടുകയാണ്. ഇപ്പം നിലവിലെ 1,4 ലക്ഷം രൂപയാണ് നമ്മുടെ PSC ചെയർമാൻ്റെ പെൻഷനുള്ളത്. അത് 2.5 ലക്ഷം രൂപയാക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഡോക്ടർ ബൈജു, അയാളുടെ പേര് അങ്ങനെ എങ്ങണ്ട, അയാൾ ഇപ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ പെൻഷൻ കിട്ടും. ഇവനൊക്കെ എന്തിനാ 2.5 ലക്ഷം രൂപ പെൻഷൻ? എന്ത് കാര്യത്തിനാണ്? സോഷ്യലിസം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഈ പെൻഷൻ കൊടുക്കുന്നത്? അതുപോലെ തന്നെ PSC മെമ്പർമാരുടെ പെൻഷൻ 1,20,000 എന്നാണ് എൻ്റെ ധാരണ. അത് 2,25,000 രൂപയായിട്ട് വർദ്ധിക്കും. 2,25,000 രൂപ പെൻഷൻ, 3,80,000 രൂപ ശമ്പളം. ഇവനൊക്കെ ഇതിനേക്കാൾ നിലവിൽ കൊള്ളയ്ക്ക് പോകൂടെ? ഈ PSC മെമ്പറാന്നൊക്കെ പറഞ്ഞിട്ട് ശമ്പളം മേടിക്കുക, അതിന് മന്ത്രിസഭയുടെ എൻ്റെ തീരുമാനം ഉണ്ടാക്കുക. ഈ മന്ത്രിസഭ ഇതിനു മുമ്പ് ചർച്ച നടത്തിയ വിഷയം അത് ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാറ്റിവെച്ചതാണത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാകുമെന്ന് ഭയപ്പെട്ട മന്ത്രിസഭ ഈ തീരുമാനം മാറ്റിവെച്ചു എന്നാണ് പറഞ്ഞേ. എത്ര അസഭ്യമാണത്, ജനവിരുദ്ധമാണത്. സാധാരണ ആളുകളുടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് പട്ടിണി കിടക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. സാധാരണ നേരത്തെ പറഞ്ഞ ആശാവർക്കർമാർ മാത്രമല്ല, അതേപോലെ സർവ്വസാധാരണക്കാരായിരിക്കും തൊഴിലാളികൾ. കേരളത്തിൽ തൊഴിലില്ല. ഈ സമയത്താണ് PSC പോലെയുള്ള കൊള്ള സംഘങ്ങൾ ജനങ്ങളെ കൊള്ളയടിക്കുന്നത്. ഇത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ്. ഇവർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും പരിശോധിക്കേണ്ടതാണ്. എനിക്കറിയാലോ, കൊച്ചിൻ കോർപ്പറേഷൻ്റെ വരുമാനത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 60% വരുന്ന തുക ശമ്പളം കൊടുക്കുകയാണ്. ഇതൊരു മാന്യമായിട്ടുള്ള ഏർപ്പാടാണത്. എന്നിട്ട് അവർക്ക് ടാക്സ് പോലും പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പിരിക്കാൻ പറ്റുന്നില്ല. ഇവർ ബിൽഡിങ്ങിൻ്റെ ടാക്സ്, ബിൽഡിങ്ങിൻ്റെ ഒരു കെട്ടിടം പണിയുന്ന കെട്ടിടത്തിനുമുള്ള അഴിമതിയാണ്. ഇവർ പണിയുന്ന കാനകൾ മുഴുവൻ അഴിമതിയാണ്. ഈ PSC എന്ന് പറയുന്ന സ്ഥാപനം നിയമിക്കുന്ന ആളുകളടക്കം അഴിമതിയുടെ കൂടാരങ്ങളെയാണ് നിയമിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഉയർന്നിരുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്. അത് ഒരുപാട് യുവാക്കൾ ഇങ്ങനെ ഈ PSC ലിസ്റ്റിൽ വന്നിട്ട് ആ ലിസ്റ്റ് തള്ളിപ്പോകുന്നു, ജോലി കിട്ടുന്നില്ല, നിയമനം നടത്തുന്നില്ല, സർക്കാരും PSCയും കൂടെ ഇങ്ങനെ ഒത്തു കളിക്കുകയാണ്. അതിൻ്റെ ഒപ്പമാണ് ഈ തിരുവനന്തപുരത്ത് ശിവരഞ്ജിത്ത് എന്നാണ് എൻ്റെ പേര് ഓർമ്മ. ഇവർക്കൊക്കെ ഈ PSC തിരിമറിയിലൂടെ ജോലി കിട്ടിയ സംഭവങ്ങളടക്കം ഈ ഇടത് സർക്കാരിൻ്റെ കാലത്തുണ്ടായി എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതെ, അങ്ങനെ നിയമനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതിന് PSC വഴിക്ക് നിയമനം നടക്കും, താൽക്കാലികമായിട്ടുള്ള നിയമനങ്ങൾ നടക്കും, താൽക്കാലിക ആളുകൾ പെർമനൻ്റ് ആക്കുന്ന നമ്മുടെ മന്ത്രിമാരുടെ ഭാര്യമാരൊക്കെ അസോസിയേറ്റ് പ്രൊഫസർ, മറ്റേ പ്രൊഫസറൊക്കെ ആവുന്ന അങ്ങനെയാണല്ലോ. ആ തരത്തിൽ താൽക്കാലികമായ നിയമനങ്ങളൊക്കെ നടത്താറുണ്ട് ഇവർ സാധാരണയായിട്ട്. ഈ PSC വഴി നടത്തുന്നത് ഇപ്പോൾ തൽക്കാലത്ത് പല മേഖലയിലും PSC സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അവരുടെ താൽക്കാലികമായിട്ട് നിയമനം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിയമനം ഇല്ലെങ്കിൽ പിന്നെ PSCക്ക് എന്തിനും മെമ്പർമാർ? എനിക്ക് മനസ്സിലാവാത്ത വസ്തുത അതാണ്. PSCയിലെ നിയമനങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. കാരണം സർക്കാരിൻ്റെ കയ്യിൽ ശമ്പളമില്ല. അങ്ങനെ സർക്കാരിൻ്റെ കയ്യിൽ പണം കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് ശമ്പളം കൊടുക്കുന്നില്ല. ശമ്പളം കൊടുക്കാൻ നിവൃത്തിയിൽ പല സ്ഥാപനങ്ങളിൽ ശമ്പളം കൊടുക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഇന്നാളൊരു ടീച്ചർ മരിച്ചു, സൂയിസൈഡ് ചെയ്തു. ആ സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം ഒരു സ്വകാര്യ മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം എയ്ഡഡ് സ്കൂൾ നിയമനം കിട്ടിയിട്ട് 5 വർഷമായി. 5 വർഷമായിട്ട് ഇവർക്ക് ശമ്പളം കിട്ടുന്നില്ല. ഇന്നലെ ഒരാൾ മരിച്ചിട്ടുണ്ട് കോഴിക്കോട്, ഒരു സ്ത്രീയാണ് മരിച്ചത്, ഒരു അധ്യാപകൻ മരിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ കോലഞ്ചേരിയിലോ ഇവിടെ കണ്ടൊരു വേറെ സ്ത്രീ മരിച്ചിട്ടുണ്ട്. ഈ മരിക്കുന്ന അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. ശമ്പളം കിട്ടാതിരിക്കാൻ കാരണം, അതിൻ്റെ നടപടിയെടുക്കാതിരിക്കാൻ കാരണം സർക്കാരിൻ്റെ പണമില്ല. ഈ പണമില്ലാത്ത സർക്കാരാണ് ഈ പറയുന്ന PSC മെമ്പർമാരുടെ ശമ്പളം ഇത്ര കോടി രൂപ വർദ്ധിപ്പിക്കുന്നത്. അതാണ് ഇവന്മാരാണെങ്കിൽ നാണമില്ലാത്ത വർഗ്ഗമാണ്. അഭിമാനം എന്ന് പറഞ്ഞ സാധനം തൊട്ട് തെറിച്ചിട്ടില്ല. പണത്തിന് സാധാരണ പറയാറുണ്ട്, തന്ത പോയാലെന്ത് തള്ള പോയാലെന്ത്, പണം താൻ ഉലകത്തിന് ജീവനാടി. ഇത് പറഞ്ഞത് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെമ്പർമാരെ, അതിൻ്റെ ചെയർമാനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇവരെ സത്യത്തിൽ പടിയടച്ച് പിണ്ണം വയ്ക്കേണ്ടത് കേരളത്തിൻ്റെ വികസനത്തിന് അനിവാര്യമാണ്.
സത്യമാണ്. എന്തായാലും ഇങ്ങനെ ഇത്രയും നാറിയ കാര്യങ്ങൾ ചെയ്തിട്ടും ഇവരെ വീണ്ടും വീണ്ടും അനുകൂലിച്ചുകൊണ്ടിരിക്കുന്ന അടിമകൾക്ക് എന്തെങ്കിലും ബോധം വെക്കട്ടെ, വിവരം വെക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും.